പരിചയപ്പെടുത്തിയത്. കാലിക്കറ്റിനോട് പോയി സതീശനാണ് അഖിലേഷിനെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ബിസിനസ്സിൽ കുറെ പൈസ പോയി, ആൾക്കാരെ വിശ്വസിച്ച് കുറെ പൈസ പോയി, കമ്പനിക്കാർ കുറെ പൈസ കൊടുക്കാറുണ്ട്. അതിനിടക്ക് സിനിമ എടുത്തു വെള്ളം. അത് പിന്നെ അവസാനം എന്റെ പ്രൊഡ്യൂസായി പോയതാണ്. രണ്ടാമത് നദികളെ സുന്ദരി യമുന. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇദ്ദേഹത്തിന്റെ ഒരു ലൈവ് കണ്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മരിക്കാൻ പോവുകയാണ്, അതുമാത്രമല്ല എനിക്ക് 7 ലക്ഷത്തോളമാണ് കടമുള്ളത്. ഇവിടെ പറയുന്നത് പോലെയൊന്നുമല്ല, എന്റെ ജീവിതം വളരെയധികം കൊഞ്ഞാട്ടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. ഇന്നലെ വരെ മുരളി കുന്നംപുറത്ത് എന്ന് പറയുന്ന വെള്ളം മുരളി, നമുക്ക് എല്ലാവർക്കും അറിയാം. വെള്ളം എന്ന് പറയുന്ന ഒരു സിനിമ ഇദ്ദേഹത്തിന്റെ കഥയാണ്. ആ ഒരു സമയം മുതൽ മുരളി ആരാണ്, മുരളി എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. നമ്മളെല്ലാം ഒരുപാട് ബഹുമാനത്തോട് കൂടിയിട്ട് ആ മനുഷ്യന്റെ വളർച്ച നോക്കിക്കണ്ടതാണ്. ആ മനുഷ്യൻ എവിടെയാണ് അടിതെറ്റിയത്? സിനിമ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എത്ര നല്ലവനായി കഴിഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിയന്മാരുടെ ലോകമാണ്. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമ കണ്ടാൽ തന്നെ അറിയാം അതിന് 2 കോടി രൂപയാണ് ഇദ്ദേഹത്തിന് നഷ്ടം എന്നാണ് പറയുന്നത്. അപ്പൊ ആ സിനിമേന്റെ ചെലവെത്രയാണോ? അതാണ് എനിക്ക് ആലോചിക്കാനുള്ളത്. അല്ല, ഇവരെന്താ പൈസ ഇങ്ങനെ കൊണ്ട് ചാടുന്നതാ? പണ്ട് ഏതൊരു സിനിമയിൽ നമ്മൾ കണ്ടിന്, ഏതാ കഥ പറയുമ്പോൾ നിലയിൽ ഒരു സുബീഷ് എന്ന് പറയുന്ന ഒരു നടൻ പറയുന്നുണ്ട്, മമ്മൂട്ടിക്ക്, നമ്മുടെ അശോക് കുമാർ, മമ്മൂട്ടിയായിട്ട് അഭിനയിച്ച അശോക് കുമാറിന് കുങ്കുമപ്പൂ ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ള സെറ്റുകളിലുള്ള ഒരാളുടെ മുഖത്തടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഇതാണോ നടക്കുന്നത്? അവിടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാതാവിനെ വെളുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണോ? കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ സംവിധായകരും തിരക്കഥാകൃത്തും ഈ സിനിമയിൽ ഉള്ള പ്രൊഡക്ഷന്റെ ആൾക്കാരൊക്കെ മറുപടി പറയേണ്ട ഒരു കേസ് തന്നെയാണ്. നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്ന സിനിമയിൽ 2 കോടി രൂപയാണ് വെള്ളം മുരളിക്ക് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സിനിമയായ ഇപ്പോഴിറങ്ങിയ എന്താണ് സുമതി വളവ്, ആ സുമതി വളവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയ ചിത്രം എന്നാണ് ഞാനൊക്കെ കരുതിയത്. പക്ഷെ അതും 8 നിലയിൽ പൊട്ടിയതാണ്. ടോട്ടൽ ഇദ്ദേഹത്തിന് ഇപ്പോഴും കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 കോടി രൂപയാണ്. അതുമാത്രവുമല്ല, വേറെ കടങ്ങൾ വേറെയും. ഇദ്ദേഹത്തിന് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആദരവ് മുഴുവൻ ഒരു ദിവസം കൊണ്ട് പോയി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, എല്ലാവരും പരിഹസിച്ച് ചിരിക്കുന്ന ആളെ മുതൽ ഇദ്ദേഹത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം സിനിമയിൽ പോയിട്ട് തലവെച്ച് കൊടുത്തത് തന്നെ വലിയൊരു അബദ്ധം തന്നെയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ദുബായിലുള്ള ഒരു വലിയ ഒരു മുതലാളി, ഹോട്ടലിന്റെ മുതലാളി, ആ മുതലാളിയാണ് വേറെ ഒരുത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും കമ്മീഷനെല്ലാം വന്നിട്ടുണ്ടാവും, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അതായത് ഈ മനുഷ്യനെ എല്ലാവരും കൂടിയിട്ട് അങ്ങ് മുടിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. അത്രമാത്രം ക്രൂരതയാണ് ഈ മനുഷ്യനോട് കാണിച്ചിരിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഇതിനകത്ത് ഉടായിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടാ. നമുക്ക് ഈ വെള്ളം മുരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വന്നിട്ട് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഉപദേശം തരുന്ന ഒരു മനുഷ്യനെ മാത്രമേ നമ്മൾക്കറിയുള്ളൂ. ഇദ്ദേഹത്തിന്റെ ആർഭാട ജീവിതങ്ങളും അതുപോലെ ഇദ്ദേഹം പോകുന്ന ഫ്ലൈറ്റുകളും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ പുറകിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു വേദനയുണ്ടെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഇദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ആ സിനിമക്ക് കൊണ്ടുപോയിട്ട് തലവെച്ച് കൊടുത്തത്? ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തം കഥയായ വെള്ളം എന്ന് പറയുന്ന സിനിമക്ക് പോയിട്ട് തലവെച്ച് കൊടുത്തു. അതിൽ കുറച്ച് പൈസയൊക്കെ പോയി, അത് പിന്നെ കൊറോണ ബാധിച്ചിട്ടാണെന്നും നമുക്ക് വിചാരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്ന ഒരു കൂറപ്പടം, അത്രേ ഉള്ളൂ. അതായത് ഒരു കൂറപ്പടം, ഒന്നിനും കൊള്ളാത്ത ഒരു കൂറപ്പടം. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, നമ്മുടെ വെള്ളം മുരളി ആയതുകൊണ്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളിപ്പറമ്പ് കണ്ണൂർ ജില്ലകളിൽ, തളിപ്പറമ്പ് ഭാഗങ്ങളിലും കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വിസിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ച് കളക്ഷൻ നേടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും പൊട്ടിപ്പൊളിഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നതാണ് മറ്റേ സുമതി വളവ്. അയ്യോ മോനെ, അതിൻ്റെ അകത്ത് ട്രോള് വന്നതിന് കണക്കില്ല. അതിൻ്റെ അകത്തുള്ള സംവിധായകനും അതുപോലെ അതിന്റെ തിരക്കഥാകൃത്തും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇയാളെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു. അത് മാത്രവുമല്ല, അവസാന നിമിഷം ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ സിനിമയിൽ പ്രവർത്തിച്ച ഒരാൾക്ക് പോലും ഞാൻ ഇവിടെ പാർട്ടി നടത്തുന്നില്ല, അതിന്റെ പൈസയാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് വലിയ ഈ പരസ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മുരളി എന്ന് പറയുന്ന അയാൾക്ക് എവിടെയാണ് പിഴച്ചത്? ഉള്ള കാര്യം പറയാലോ, അദ്ദേഹത്തെ കൃത്യമായിട്ട് സിനിമാക്കാർ ഉപയോഗിച്ചു. സിനിമാക്കാർ ഉപയോഗിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തു. അതിനുശേഷം ഇപ്പോൾ ഉപേക്ഷിച്ചു. ഇപ്പോൾ ആ മനുഷ്യൻ ഇന്ന് കരയുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിശയം തോന്നിപ്പോയി. എന്റെ പൊന്നു മുരളിയേട്ടാ, നിങ്ങളല്ലാതെ ഇവന്മാരെ വിശ്വസിക്കോ? ഇത്രയും കള്ളന്മാർ ലോകത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിലില്ലേ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരെ വിശ്വസിക്കാൻ, നിങ്ങൾ ഒരിക്കലും അവര് ചതിക്കൂല. പക്ഷെ യുവന്മാർ, ഈ സിനിമാക്കാരെ നിങ്ങളല്ലാതെ ഇങ്ങനെ വിശ്വസിക്കോ? എത്രയെത്ര ഉദാഹരണങ്ങളാണ്. നിങ്ങളല്ലാതെ ഇവന്മാർ പറയുന്നത് കേട്ടിട്ട് പൈസ ചെലവാക്കോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയത്? അതുമാത്രവുമല്ല, ഇദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളി എന്ന് പറയുന്ന ഒരുത്തൻ, അവനും ഒരുപാട് പൈസ തട്ടിച്ചു എന്ന് പറയുന്നുണ്ട്.
പിന്നെ 2024 ഇദ്ദേഹത്തിന്റെ പേരിൽ കുറെ ആരോപണങ്ങളും ഇദ്ദേഹം അങ്ങോട്ടും ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അത് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പൊന്നു ഒരളേട്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യുക. മനുഷ്യ ജീവിതമാണ്, അതിൽ ഏറ്റവും കുറച്ചലുകൾ എല്ലാം ഉണ്ടാകും. നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും കൊടുത്ത് ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ജോലി വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജോലി ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഒരു വാച്ച്മാൻ ആയിട്ട് വേണമെങ്കിലും പോയി നിൽക്കാം. ഒരു മടിയും വിചാരിക്കണ്ട. നിങ്ങൾ ഇത്രയും ആഘോഷിച്ചതല്ലേ ജീവിതം, ഒരു മടിയും വിചാരിക്കണ്ട. നിങ്ങളുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അതായത് ഒരു മകൻ ചിക്കൻ വേണമെന്ന് പറഞ്ഞപ്പോൾ താങ്കളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതും അത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്ന കഥകളൊക്കെ കേട്ടപ്പോഴും നമുക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളായിരുന്നു. ഇനി ഒരിക്കലും അതേ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. മനുഷ്യന്മാരാണ്, നമുക്ക് പല പ്രതിസന്ധികളും ഉണ്ടാകും, നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാകും. ഒരു ദിവസം ചിലപ്പോൾ ഇതെല്ലാം നന്നാകും. നാളെ ഇപ്പോഴും നിങ്ങളുടെ മകൻ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ പ്രശ്നങ്ങള്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കാനുള്ള എല്ലാ സീകൾക്കും കൊടുത്ത് ഒഴിവാക്കുക. അവനൊക്കെ കൊണ്ടുപോയി തിന്നട്ടെ, നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും ഇവന്റെയൊക്കെ പതനങ്ങള്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഉടായ്പ് ആരോടെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കർമ്മയായിരിക്കാം, അതൊരു തിരിച്ചടി തന്നെയായിരിക്കാം. ഏതായാലും മുരളിയേട്ടൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വളരെ സങ്കടകരമായ കാര്യേട്ടാ. അതായത് ഇങ്ങേരുടെ ഒരവസ്ഥ ഒരുപാട് പേര് ചിരിക്കുന്നുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, കാരണം ഇങ്ങേര് ഇത്തിരി ആയതിൽ അസൂയ കൊണ്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇങ്ങേരാണെങ്കിൽ ഒരാൾക്ക് പോലും ഒരു ദ്രോഹോ കാര്യത്തിലോ ഒന്നും പോകാറില്ല ഏട്ടാ, പക്ഷെ ഉണ്ടാകും. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വെള്ളം സിനിമ അത് സിനിമയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല എന്റെ യഥാർത്ഥ ലൈഫ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇപ്പം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഈ വീഡിയോ വരാൻ കാരണം. ഒരുപാട് ചതികൾ പറ്റി, ബിസിനസ്സിൽ ഒരുപാട് ചതികൾ പറ്റി. ടൈസ് ദുബായിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും കയറ്റി വെച്ചിട്ട് മലയാളികൾ വഴി ഒരുപാട് പൈസ കിട്ടാണ്ടായി. അഖിലേഷ്, തോട്ടടക്കാരൻ അഖിലേഷ് എന്നെ പരിചയപ്പെടുത്തിയത് കാലിക്കറ്റിനോട് കൂടി സതീശനാണ് അഖിലേഷിനെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ബിസിനസ്സിൽ കുറെ പൈസ പോയി, ആൾക്കാരെ വിശ്വസിച്ച് കുറെ പൈസ പോയി, കമ്പനിക്കാർ കുറെ പൈസ കൊടുക്കാറുണ്ട്. അതിനിടക്ക് സിനിമ എടുത്തു വെള്ളം. അത് പിന്നെ അവസാനം എന്റെ പ്രൊഡ്യൂസറായി പോയതാണ്. രണ്ടാമത് നദികളുടെ സുന്ദരി യമുന, ഉണ്ണി വെള്ളോറ, വിജേഷ് പാണത്തൂർ, ഈ രണ്ടാളും കള്ളം പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ വന്നു. അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അതാണ് ഇതാണ്. നമ്മൾ അങ്ങനെ ആ സിനിമ എടുത്തു. അതിന് രണ്ടും കൂടി നഷ്ടം വന്നു. പിന്നീടാണ് അറിയുന്നത് ഇവർക്ക് സിനിമയൊന്നും അറിയില്ല, ഇവര് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായ ഒന്നും അല്ലായിരുന്നു എന്ന്. ഇതൊക്കെ നമ്മളോട് കള പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ മൂന്നാമത് സുമതി വളവ്. എല്ലാവരും വിചാരം പണം സിനിമ ഭയങ്കര വിജയമാണ്. ജീവിതം ഇന്ന് കൈവിട്ടു പോയിരിക്കോ. എന്റെ മക്കളെ കൂടെ ഉപ്പാനോട് ജീവിച്ചിട്ട് മതിയായിട്ട് കൊതില്ല. പക്ഷെ എനിക്ക് ഈ സിനിമ കാരണം 7 കോടി കൂടി നഷ്ടമാകും. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കടങ്ങൾ ഓൾറെഡി ഉണ്ട്, അതിന്റെ കൂടി ഇതും. അതുകൊണ്ട് ഞാൻ ഈ മുഖത്ത് ഞാൻ പോകുന്നു. എനിക്ക് ജീവിച്ചിട്ട് കൊതി തന്നില്ല. എന്റെ ഭാര്യന്റെ മക്കളെ കൂടെ എന്റെ കടക്കാരൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലാവരും കൂടി എന്റെ പറ്റുന്നില്ല. എന്റെ ഭാര്യന്റെ മക്കളെ കൂടി ജീവിച്ചിട്ടൊക്കെ മതിയായിട്ട് എന്നെല്ലാരും ചതിച്ചു, എല്ലാരും പറ്റിച്ചു, എന്നെ ഇങ്ങനെ ആക്കി. അഭിലാഷ് പിള്ള, വിഷ്ണു, അഭിലാഷ് പിള്ള എന്ന് പറഞ്ഞ അവനൊന്നും ഒരിക്കലും വിശ്വസിക്കരുത്. വിഷ്ണു അവന് ഡയറക്ഷനൊന്നും അറിയില്ല, എല്ലാവരും കള്ളന്മാരാണ്. എല്ലാവരും ഇത് സത്യം അറിയണം. എന്നെ പറ്റിച്ചു അറിയില്ല കൂടിയിട്ട് എല്ലാവരും കൂടി പറഞ്ഞ് പറ്റിച്ചു. എന്റെ നല്ലൊരു ജീവിതം കൊണ്ട് ഈ സിനിമക്കാരെ വിജേഷ് പാണത്തൂർ, ഉണ്ണി വെള്ളോറ, അഭിലാഷ് പിള്ള, വിഷ്ണു, ഇവരെല്ലാം കൂടി എന്റെ ജീവിതം കളഞ്ഞു. ദൈവം അവർക്ക് മാപ്പ് കൊടുക്കാൻ അവരിപ്പോ സുഖമായി ജീവിക്കുന്ന ഭാര്യയുടെ മക്കളുടെ കൂടെ. എനിക്ക് മരിക്കാൻ വേണ്ടിട്ട് ധൈര്യമില്ല. പക്ഷെ മരിച്ചേ പറ്റൂ. എല്ലാവർക്കും മാപ്പ്. ഞങ്ങൾ ഒരുപാട് ആൾ കൂടി നിർത്തിയിട്ടുണ്ട്. അവരോടല്ലോ നിങ്ങളൊരിക്കലും കുടിക്കരുത്, എന്റെ അവസ്ഥ ഇങ്ങനെയായി പോയി. മാപ്പ് സുഹൃത്തുക്കളെ, മാപ്പ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാപത്തിനെ എല്ലാവരും കൂടിയിട്ട് നല്ല രീതിയിൽ ഞെക്കി പിഴിഞ്ഞു എന്നേ ഞാൻ പറയുള്ളൂ. ആ മനുഷ്യന്റെ ആ ഒരു നന്മ എല്ലാവരും മുതലെടുത്തു. ഇദ്ദേഹമാണെങ്കിൽ സിനിമാക്കാരെ കിട്ടിയപ്പോൾ വലിയൊരു നിധി കിട്ടിയതുപോലെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ അടുത്തേക്ക് ഒരുപാട് പേര് വന്നിരുന്നു. ഈച്ച പറ്റുന്നത് പോലെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ അവരെ ഒന്നും തിരിച്ചറിയാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ പരാജയം തന്നെയായി മാറി. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇദ്ദേഹം ഇപ്പോഴും പറയുകയാണ്, എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല, കടക്കാർ എന്നെ ശല്യപ്പെടുത്തുന്നു, അതായത് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ജീവിച്ചിട്ട് എനിക്ക് കൊതിയായിട്ടില്ല, ഈ കൊതി തീർന്നിട്ടില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ ഇത്രയും എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ പഴയ ജീവിതത്തിലേക്ക് പോവുകയല്ല വേണ്ടത്. അതായത് നിങ്ങൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതായത് ഇതൊക്കെ വലിച്ചെറിഞ്ഞോ, അതായത് മരിക്കാനൊന്നും പോണ്ട, വലിച്ചെറിയ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ 0 ഒന്നൊന്ന് തുടങ്ങേണ്ടി വരും. നിങ്ങൾ തുടങ്ങിക്കോ. കാരണം ആരും നിങ്ങൾക്ക് പൈസ തിരിച്ചു തരത്തില്ല. ഈ പറ്റിച്ചവന്മാർ ഒരാൾ പോലും മനസാക്ഷി ഇല്ലാത്ത ടീമാകാനും, പ്രത്യേകിച്ച് സിനിമാക്കാർ ഏതെങ്കിലും ഒരുത്തരെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയെത്ര ഉദാഹരണങ്ങളാണ്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എത്രയെത്ര ഉദാഹരണങ്ങൾ മുന്നിലുണ്ട്. ഒരുപാട് പേര് എന്നാണ് ഇവരുടെ ചതിയിൽ കുടുങ്ങിയിട്ട്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മുഴുവൻ കമ്മീഷൻകാരാണ്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും തന്നെ കമ്മീഷൻ അടിക്കും. നടന്മാർക്ക് ഒരുപാട് തുകകൾ കൊടുത്തിട്ട് അവിടുന്ന് കമ്മീഷൻ അടിക്കുന്ന ടീമുകളുണ്ട്. അതായത് അവർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 ലക്ഷം ആണെങ്കിൽ ഇവർ 10 ലക്ഷം കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ലക്ഷം മാത്രമേ ആ നടന് കൊടുക്കത്തുള്ളൂ. ബാക്കി 2 ലക്ഷം ഇയാളുടെ പോക്കറ്റിലാണ്. ആരെ? ഒരു മെയിൻ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ട് അതിൻ്റെ അകത്ത്. അവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ വലിയ വീടുകൾ എടുത്തു. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വലിയ വലിയ സ്റ്റാറുകളായി. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സിനിമകൾ പിടിക്കുന്നു. ഇവിടെ നല്ല നല്ല സിനിമകൾ എത്ര ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് മുരളിയേട്ട ഇതുപോലെയുള്ള ഊള സിനിമകൾ പിടിച്ച് നിങ്ങളുടെ പൈസ കളഞ്ഞത്? ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇനി നമുക്ക് വരാനുള്ളത് നോക്കുക, അതാണ് വേണ്ടത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ സാധാരണക്കാരനായിട്ട് തന്നെ ജീവിക്കണം. അതാണ് വേണ്ടത്. ഇവന്മാരെയൊന്നും കൂടെ കൂടിയിട്ട് ഒരു കാര്യവുമില്ല. വെറും ചതിയന്മാർ, വഞ്ചകരാണ് ഇവരൊക്കെ. പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വല്ല ഇതും ഉണ്ടെങ്കിൽ, പ്രൂഫും ഉണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾ വേണ്ടാത്ത പണി കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേരളം പോലും ഞെട്ടിപ്പോകുന്ന തരത്തിൽ വെള്ളം മുരളി എന്ന് പറഞ്ഞാൽ ഇന്ന് അറിയാത്ത ആളുകളില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ള സൂപ്പർ സ്റ്റാറുകൾ, നമ്മുടെ ലാലേട്ടനടക്കമുള്ള ആളുകളൊക്കെ ഇടപെടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കുറച്ചെങ്കിലും ബാധ്യതകൾ തീർത്തു തരാൻ അവർക്ക് കഴിഞ്ഞാൽ. പക്ഷേ ഇവരൊന്നും പൈസ തിരിച്ചു തരുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ സംവിധായകരും തിരക്കഥാകൃത്തൊന്നും അങ്ങനെ ആൾക്കാരെ നന്നാക്കുന്ന ടീമൊന്നുമല്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പുള്ളികളാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന് വളരെയധികം സൂക്ഷിക്കണം ഈ സിനിമാക്കാരാ. ഒരിക്കലും കുടിച്ച വെള്ളത്തിലോ ഇവറ്റകളെ നമ്പരുത്. നിങ്ങളുടെ അരിയാഹാരം അന്നം വാങ്ങിച്ച് തിന്നിട്ട് നിങ്ങൾക്കിട്ട് തന്നെ തിരിഞ്ഞു കൊത്തിയ ഇവറ്റകളെ ആദ്യത്തെ സിനിമയിലെങ്കിലും പഠിക്കണമായിരുന്നല്ലോ. രണ്ടാമത്തെ സിനിമയിലും നിങ്ങൾക്കൊരു പാഠം തന്നില്ലേ? മൂന്നാമത്തെ സിനിമയിലും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയില്ലേ? ഏതായാലും നിങ്ങൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾ തിരിച്ചു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.